ശ്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലയട എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും. എന്നാൽ ഈ ഇലയട വളരെ വ്യത്യസ്ത രുചിയോടുകൂടിയ വെറൈറ്റിയായ ഒന്നാണ്. ഈ രീതിയിൽ ഒരു പ്രാവശ്യം തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്ക് രുചികരമായ ഇലയടയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഇതാ ഒരു ബീറ്റ്റൂട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം 2 ചെറുപഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ നന്നായി പേസ്റ്റ് രൂപത്തിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാ ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അരച്ചെടുത്ത ബീറ്റ്റൂട്ടും പഴവും ചേർന്നുള്ള പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഇതിലേക്ക് 1/2 ഗ്ലാസ് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര പാനി ചേർത്ത് കൊടുത്ത ശേഷം 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇടിയപ്പം മാവ് കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ കുഴച്ചെടുക്കണം. വെള്ളം കൂടാൻ പാടില്ല. ശർക്കര പാനി അതിനാൽ കുറച്ച് വെള്ളത്തിൽ മാത്രമേ പാനിയാക്കി എടുക്കാവൂ. ഇത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇതാ ഇവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ഇലയിലേക്ക് എടുത്ത ശേഷം അതിന് നന്നായി പരത്തി കൊടുക്കാം. കയ്യിൽ വെള്ളം നനച്ച ശേഷം ഇതുപോലെ പരത്തി നല്ല നൈസായി പരത്തിയെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ ഇലയട വളരെ രുചികരമായ വ്യത്യസ്ത രുചിയോടുകൂടിയ ഇലയട ലഭിക്കും. വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് രുചികരമായ ഇലയടയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. ഇതിനായി ശർക്കരപ്പൊടി, ഏത്തപ്പഴം, തേങ്ങ ചിരകിയത് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരു 4 കഷ്ണം പഴം വച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിന് പുറത്തായി ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ ശർക്കര ചിരകി എടുക്കാം. അടുത്തതായി ഇതാ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇല ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മടക്കിയെടുക്കാം. ഞാനിതാ ഇങ്ങനെയാണ് മടക്കിയെടുത്തിട്ടുള്ളത്. ഇതിനെ സ്റ്റീമറിലേക്ക് വച്ച് കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇതാ ഇവിടെ ഓരോന്നായി ഇതിലേക്ക് വച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം ഫില്ലിങ്സ് നിറച്ച ശേഷം സ്റ്റീമറിലേക്ക് ഇതാ വച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ രുചികരമായ ഇലയട റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചികരമായ സോഫ്റ്റായ ഒരു ഇലയടയാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും 4 മണി പലഹാരമായി കൊടുക്കാൻ സാധിക്കും. വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കും കുട്ടികൾ. അത്രയ്ക്ക് രുചികരമായ ഇലയടയാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.